ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ദിയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് റിയാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ അൽക്കൂസ് മറിലോട്ട് വന്നേക്കാണ്. ഇവിടെ എത്തിയപ്പോൾ ആൾക്ക് നെയ് റോസ്റ്റ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. മുഴുവനൊന്നും കഴിക്കില്ല കേട്ടോ, കുറച്ച് മാത്രം കഴിച്ചിട്ട് അവിടെ ബാക്കി വെക്കും. എപ്പോഴും അങ്ങനെയാണ്. എന്നാലും അവൻ പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ആളത് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റിയാൻ്റെ ആൻറ്റിമാരെ കാണാൻ പോകണം. അവർ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് അവരുടെ അടുത്ത് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഓൾറെഡി ഡ്യൂട്ടിയിലാണുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് വരണം, അവരെന്തോ ഒരു ഗിഫ്റ്റ് റിയാന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവർ കുറേ നാളായിട്ട് റിയാൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഓർത്തിരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഇവിടെ 2 ആൻറ്റിമാരാണ് റിയാനുള്ളത്. 2 ആൻറ്റിയും സെപ്പറേറ്റ് ആയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടാളുടെ ഗിഫ്റ്റും ഇപ്പോൾ ഫ്രാൻസ് തന്നെയാണ് റിയാന് കൊടുത്തിട്ടുള്ളത്. റയു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരെടുത്തും ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കസിൻസിൻ്റെ അടുത്താണെങ്കിലും ഫാമിലി അങ്ങനെ വലിയൊരു സെലിബ്രേഷനൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ആകെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചിട്ട് വൈകുന്നേരം കേക്ക് കട്ട് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഗിഫ്റ്റ് കൊണ്ടുവരും. അതുകൊണ്ട് ആരും അറിയിച്ചില്ല. എന്താ പറയുക, നമുക്ക് സ്നേഹം മാത്രം മതി. അതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഡേസി ആൻറ്റിനെ കാണാൻ വേണ്ടി മുകളിലോട്ട് പോകാണ് കേട്ടോ. അവർക്കിന്ന് ഡ്യൂട്ടി മുകളിലാണ്. ഗിഫ്റ്റ് ഓൾറെഡി റിയാന് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. അവൻ താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ റിയാൻ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗിഫ്റ്റ് രണ്ടും ഇപ്പം തന്നെ തുറക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു. പക്ഷെ നമ്മളത് സമ്മതിച്ചില്ല. നമുക്ക് വീട്ടിൽ പോയിട്ട് തുറക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചേക്കായിരുന്നു. കാരണം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ ഇവൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കും സാധനങ്ങളും അതും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോവുള്ളൂ കേട്ടോ. കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നെസ്റ്റോയിലോട്ടാണ് പോകാറുള്ളത് കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും കേക്കിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നേരെ നെസ്റ്റോയിലോട്ട് പോകും. അപ്പോൾ ഇപ്പോഴും നമ്മൾ അവിടെ തന്നെയാണ് പോയിട്ടുള്ളത്. നമുക്കിഷ്ടപ്പെട്ട കേക്കൊക്കെ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് പേരെഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ. നല്ല കേക്കുകളാണ്, അഫോർഡബിൾ പ്രൈസുമാണ്. നമ്മൾ ഇത്തവണ കസ്റ്റമൈസ് ചെയ്യിക്കാനൊന്നും നിന്നിട്ടില്ല. അവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കേക്ക് എടുത്ത് പേരെഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഒരു കേക്ക് ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ 2 എക്സ്ട്രാ കേക്ക്, ഹണി കേക്കും റെഡ് വെൽവെറ്റും വേറെ ഓരോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ വില്ലയിൽ എല്ലാവർക്കും നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 എക്സ്ട്രാ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 2 പേരെഴുതി വാങ്ങിച്ചു. ഒന്ന് സാധാരണ എടുത്തുകൊണ്ട് പോരാണ് ചെയ്തത് കേട്ടോ. നമ്മളിവിടെ നിന്ന് കേക്ക് മേടിക്കുമ്പോഴൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റി ബേക്കേഴ്സാണ് കേട്ടോ. ഹോം ബേക്കറിയാണ്, എൻ്റെ ഫ്രണ്ട് നടത്തുന്നതാണ്. നമ്മൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നാട്ടിൽ അവരുടെ അടുത്താണ് പറയാറുള്ളത്. അപ്പോൾ നല്ല കേക്കുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഏത് രീതിയിൽ പറഞ്ഞാലും അതേപോലെ ചെയ്തു തരാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്, ചിലപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടും കേക്ക് കൊണ്ടുതരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് കേക്ക് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമുക്കതിങ്ങനെ മിസ് ചെയ്യും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പറഞ്ഞു മേടിക്കാൻ എപ്പോഴും നാട്ടിൽ തന്നെയാണ് നല്ലത്. അതായത് ഒരാൾ പരിചയത്തിലുണ്ടെങ്കിൽ എപ്പോഴും അത് തന്നെയാണ് നല്ലത്. അത് നമ്മുടെ ടേസ്റ്റുകൾ അറിയുന്ന ഒരാൾ, നമ്മുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞുണ്ടാക്കി തരുന്ന ഒരാൾ, അത് ശരിക്കും നാട്ടിൽ വെച്ച് ഞാൻ ഭയങ്കര ലക്കിയായിരുന്നു കേട്ടോ കേക്കിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇവിടെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല, പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങിക്കുക തന്നെ വേണം. അപ്പോൾ ഇവിടെ നിന്ന് കേക്ക് വാങ്ങിച്ചു. പിന്നെ റിയാന് വേണ്ടി ഞങ്ങളൊരു ഗിഫ്റ്റും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ ചെറിയ ഗിഫ്റ്റാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് എല്ലാ ഗിഫ്റ്റ്സും കൂടി ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഒരു സമയത്താണ് ഗിഫ്റ്റ് കൊടുത്തത്. ഇത് വാപ്പച്ചിയുടെ ഗിഫ്റ്റാണ്. ഇതിനകത്തൊരു ബാറ്റും ബോളും ആണ് കേട്ടോ ഉള്ളത്. അവൻ നെസ്റ്റോയിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് ബാറ്റും ബോളും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ വാങ്ങി തരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഞങ്ങൾ ഇവനറിയാതെ പോയി വാങ്ങിച്ചതാണത്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്, പക്ഷേ ചെറിയ ഗിഫ്റ്റാണ് കേട്ടോ. ഇപ്പോഴേ നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് വലിയ ഗിഫ്റ്റ് കൊടുത്ത് പഠിപ്പിച്ചാൽ വളരും തോറും അവർക്ക് അതിൽ കൂടുതൽ വലുത് കിട്ടണം എന്നുള്ള ആഗ്രഹം വരും. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ അവർക്ക് എന്താണോ ഇഷ്ടം അത് വാങ്ങിച്ചു കൊടുക്കുക. ഒരുപാട് വലിയ ഗിഫ്റ്റ് കൊടുത്ത് പഠിപ്പിച്ചാൽ പിന്നീട് നമ്മുടെ കയ്യിൽ ഒതുങ്ങാണ്ട് വരും. പക്ഷേ ഇതിലവൻ ഹാപ്പിയാണ്, അവന് ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പോൾ ആളതൊക്കെ ഓപ്പൺ ചെയ്യണം. ബോൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ബോൾ അത് കേടായിപ്പോയി. അപ്പോൾ പാർക്കിലൊക്കെ പോകുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് ആ ബോൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആൻറ്റിമാരുടെ ഗിഫ്റ്റാണ് കേട്ടോ. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കണം, അതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എന്തൊരു ചെറിയ ഗിഫ്റ്റ് കിട്ടിയാലും അവർ ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഇതുപോലെ പൊതിഞ്ഞിട്ടൊക്കെ കൊടുക്കുമ്പോൾ അവർക്കത് എന്താണെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അവർക്ക് മാത്രമല്ല, എത്ര വലുതായാലും നമുക്ക് അങ്ങനെ തന്നെയാണല്ലേ, ഒരു ഗിഫ്റ്റ് ബോക്സിനകത്ത് എന്താണെന്നറിയാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നു ഒരു ആൻറ്റി കൊടുത്തത് ഡ്രസ്സാണ്. അതവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചു. ഇനി പപ്പ കൊടുത്ത ഗിഫ്റ്റ് അവൻ തുറന്നു നോക്കാണ് കേട്ടോ. അപ്പോൾ ആളാകെ വണ്ടറായിപ്പോയി. നമ്മൾ അവിടെ വെച്ച് ചോദിച്ചപ്പോൾ വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഇവിടെ പിന്നെ ടോയ്സ് എപ്പോഴും വാങ്ങിച്ചാൽ നമ്മൾ ബാറ്ററി ഇടുന്ന ടോയ് ആണെങ്കിലും എല്ലാം 2 ദിവസത്തിനേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പരിപ്പെടുത്ത് തുടങ്ങും. ഇപ്പോൾ ബോൾ കുഴപ്പമില്ല, ഈ ബാറ്റും ബോളിലും സ്റ്റമ്പൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ എല്ലായിടത്തുനിന്നും പറക്കിയെടുത്തുകൊണ്ട് വരേണ്ടി വരും കേട്ടോ, ഓരോ പീസുകളായിട്ട്.
ഇത് വേറൊരു ആൻറ്റി കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ്, ഷൂസാണ് കേട്ടോ. ഈ ഷൂസും നേരത്തെ ഒരു കണ്ട ഡ്രസ്സും അതൊക്കെ കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഇപ്പം തന്നെ അവന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ കളി ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. റയാന് വാങ്ങിച്ച ടോയ്സ് ആണെങ്കിലും കളിക്കുന്ന ആൾക്കാർ വേറെയാണ് കേട്ടോ. റയാൻ എങ്ങനെയെങ്കിലും ഔട്ടാക്കിയിട്ട് ബാറ്റ് വാങ്ങിക്കണം എന്നാണ് ഇവരുടെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ കൊച്ചിനെ പറ്റിച്ചെങ്കിലായിട്ട് ബാറ്റും കൊണ്ട് ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഏരിയ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് കേട്ടോ. കളിക്കാനായിട്ട് നമ്മൾ അങ്ങനെയാണ്, അതായത് നമ്മൾ യൂസ് ചെയ്യാറില്ല, കുട്ടികൾ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പ്രത്യേകിച്ച് ഇവിടെ ചൂടാകുമ്പോൾ നല്ല ചൂടാണ്, പുറത്തിറങ്ങിയിട്ടൊന്നും കളിക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് തീരെ പറ്റില്ല. അപ്പോൾ ഈ ഒരു സ്ഥലം പണ്ട് മുതലേ എല്ലാവരും കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ചൂട് അങ്ങനെ തുടങ്ങിയിട്ടില്ല, രാവിലെയൊക്കെ ചെറിയൊരു തണുപ്പ് തന്നെയുണ്ട്. പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കാണ് വെയിലൊക്കെ വന്നു തുടങ്ങുന്നത്. പക്ഷേ സമ്മർ വരാൻ പോവാണ്, നല്ലൊരു സമ്മറിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഇവിടെ കളി നടക്കുകയാണ്. ഞാൻ ഈ സമയത്ത് കിച്ചണിൽ പോയിട്ട് അവിടെ നിന്ന് വൈകുന്നേരം കൊണ്ടുപോകാനുള്ള, നമ്മൾ പാർക്കിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം. കറി മാത്രമേ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പൊറോട്ടയും ബിരിയാണിയും വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പാർക്ക് നമ്മുടെ തൊട്ടടുത്താണെങ്കിലും ഇതുപോലെ സാധനങ്ങളായിട്ട് പോകുമ്പോൾ നമ്മൾ 2-3 തവണ നടക്കേണ്ടി വരും സാധനങ്ങളൊക്കെ പാർക്കിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാറിലാണ് കൊണ്ടുവന്നത്. കാറിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കി വെക്കുകയാണ് ചെയ്തത് കേട്ടോ. നമ്മുടെ കൂടെ ഫാത്തിമയുണ്ട് കേട്ടോ. ഫാത്തിമയെ നമ്മുടെ കാറിൽ വന്നതുകൊണ്ട് റിയാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി പാർക്കിലെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചേക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ എല്ലാം നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടണം എന്നാണ് കരുതിയത്. പക്ഷേ അതിനൊന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ അത് കുഴപ്പമില്ല, കുറേ ബലൂണൊക്കെ അവിടെ ഇരുന്ന് വീർപ്പിച്ച് അപ്പോൾ തന്നെ നമുക്ക് കുട്ടികളെല്ലാവരും നന്നായിട്ട് കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ തന്നെ ഒരു ബർത്ത്ഡേയുടെ ഫീല് നമുക്ക് വന്നു. ഇത് അലിയാണ്, അലിയും ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. കുട്ടികളെല്ലാവരും ഗിഫ്റ്റും കൊണ്ടിട്ടാണ് വന്നത്. ആരും ഗിഫ്റ്റ് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളെ മാത്രം വിളിച്ചത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സും അവനും കൂടിയിട്ട് കേക്ക് മുറിക്കട്ടെ എന്ന് കരുതി. പക്ഷേ അവരും വന്നത് ഗിഫ്റ്റും കൊണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടിയിട്ട് ബലൂൺ വീർപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ എയർ പമ്പൊന്നും ഈ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ വായി വെച്ചിട്ട് തന്നെയാണ് വീർപ്പിക്കുന്നത്. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് ബലൂണെങ്കിലും വീർപ്പിച്ച് തീർത്തത്. റയാൻ കുറേ നാളായിട്ട് പറയുന്നതാണ് എൻ്റെ ഫ്രണ്ട്സിനെ, എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കണം എന്ന്. അപ്പോൾ ഇവരെല്ലാവരും വില്ലയിൽ തന്നെയുള്ളതാണ്, നമ്മുടെ നെയ്ബേഴ്സാണ് എല്ലാവരും. അപ്പോൾ ഇവർ തന്നെയാണ് ഒരുമിച്ച് എന്നും കളിക്കലും, എപ്പോഴും ഫുൾ ടൈം ഇവർ ഒരുമിച്ചാണ്. അപ്പോൾ പിന്നെ റയാൻ്റെ ബർത്ത്ഡേക്ക് ഇവരെയാണ് വിളിച്ചത്. കണ്ടില്ലേ, എല്ലാവരുടെ കയ്യിലും ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അത് മാത്രമാണ് നമുക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്ന കാര്യം. കുട്ടികളാകുമ്പോൾ അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ പോവാണ്. കേക്ക് വെച്ചിട്ട് മുറിക്കണം. അതൊക്കെ അവർ തന്നെയാണ് ചെയ്തത്. അവരും ഇക്കാക്കമാരും ഫാത്തിമയും അലിയും എല്ലാം കൂടിയിട്ടാണ് കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യലും എല്ലാം ചെയ്തത്. നമ്മൾ ഇത്തവണ മുഴുവനായിട്ടും കുട്ടികൾക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി. അവനും അതാണ് ഭയങ്കര ഇഷ്ടം. അവർ കൂടെ നിൽക്കുന്നതാണ് അവനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഇപ്പോൾ നമുക്ക് സന്തോഷമായ വേറെ കാര്യമാണ്, നമുക്ക് പ്രതീക്ഷിക്കാത്ത കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അലിയുടെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മുമ്പത്തെ നമ്മുടെ നൈബറായിട്ടുള്ള റിയാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള റസീൻ കാക്കയും കാക്കയുടെ ഉമ്മച്ചിയും വാപ്പിച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്കൊരു കുഞ്ഞു ബേബി ഉണ്ട് കേട്ടോ, ബേബി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ കൂടുതൽ ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. അവർ പക്ഷേ കുറച്ച് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് കേട്ടോ. എന്നാലും നമ്മുടെ കൂടെ ഫുഡൊക്കെ കഴിക്കാൻ അവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുക, അവർ അടങ്ങിയിരുന്ന് കഴിക്കുക, ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും മാത്രം കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. വീട്ടിലൊന്നും ഇവരിങ്ങനെ അടങ്ങിയിരിക്കില്ല.
കുട്ടികളെല്ലാവരും കൊടുത്ത ഗിഫ്റ്റ് അവർ തന്നെ അവിടെ റിയാന് കൊടുത്തിട്ട് അവിടെ വെച്ച് തന്നെ അവരെല്ലാവരും കൂടിയിട്ട് ഓപ്പൺ ആക്കി നോക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അവർ തന്നെയാണ് അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കൂടി കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ചു കേട്ടോ. ബർത്ത്ഡേ സൺഡേ ആയിരുന്നു. സൺഡേ ഈവനിങ് ആണ് നമ്മൾ പാർക്കിൽ പോയി ഇതുപോലെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം മൺഡേ എല്ലാവർക്കും ക്ലാസ് ഉണ്ട്. രാവിലെ തന്നെ ക്ലാസ്സിൽ പോകണം. പിന്നെ പെരുന്നാളിൻ്റെ മുടക്കുകളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് മടിയും ഉണ്ടാവും പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പരിപാടികളൊക്കെ കഴിച്ചു കേട്ടോ. വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള കേക്ക് കട്ട് ചെയ്തിട്ട് കുറച്ച് ചോക്ലേറ്റും കൂടിയിട്ട് നമ്മുടെ നെയ്ബേഴ്സിനെല്ലാം കൊടുക്കണം. അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കിടന്നുറങ്ങാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, കുട്ടികളുടെ ചെറിയ ചെറിയ സന്തോഷം, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.